Hello everyone, welcome back to yet another episode of Couple Life Story. I hope you guys are doing good. So guys, ഇന്ന് നിങ്ങളിലേക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല, ഹൗ ക്യാൻ വി അപ്ലൈ ഫോർ മൈനർ പാസ്പോർട്ട്, അതായത് കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ന്യൂ ബോൺ ബേബീസ് അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെ പാസ്പോർട്ട് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വാട്ട് ഓൾ ആർ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് വാട്ട് ഓൾ സ്റ്റെപ്സ് യു ഹാവ് ടു ഫോളോ ടു ഗെറ്റ് എ മൈനർ പാസ്പോർട്ട് എന്നുള്ളത്. Before heading on to the video, please do subscribe to my channel and enable the all options so that you can get the notifications while I'm posting the videos. Yeah, so let's start. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പാസ്പോർട്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. ഒറിജിനലും വേണം, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും വേണം. അതുപോലെ തന്നെ ബേബിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ദെൻ പേരൻസിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒറിജിനൽ, ദെൻ അനക്സ്റ്റർ ഡി ഫോം, അനക്സ്റ്റർ സി ഫോം. അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ പറയാം കേട്ടോ. ആധാർ കാർഡ് ഓഫ് പേരൻസ് ഓർ ബേബി, അതായത് ഇപ്പോൾ ബേബിക്ക് നിങ്ങൾ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ആധാർ കാർഡാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, കുട്ടികളുടെ ഫാദർ പുറത്താണെന്നുണ്ടെങ്കിൽ അവരുടെ റെസിഡൻഷ്യൽ പ്രൂഫ്, അതായത് അവിടുത്തെ റെസിഡൻഷ്യൽ പ്രൂഫിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതും കൂടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ടത്. സോ ഹൗ ക്യാൻ വി അപ്ലൈ ഫോർ പാസ്പോർട്ട്, എങ്ങനെ നമുക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. either you can go to അക്ഷയ സെൻറ്റർ, സോ ദാറ്റ് അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏജൻസ് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്തു തരും. നമുക്ക് അതനുസരിച്ച് ഡേറ്റ് ചാർട്ട് ചെയ്ത് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാം. ഓർ എൽസ് ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, അതായത് നമുക്ക് പാസ്പോർട്ട് സേവ പോർട്ടൽ ത്രൂ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. നമുക്ക് തന്നെ ഡേറ്റ് എടുത്ത് നമുക്ക് തന്നെ പോകാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ, ബേബിക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അക്ഷയ സെൻറ്ററിൽ പോയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഈ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അക്ഷയയിൽ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ദെൻ നമുക്ക് പേരൻസിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. ബേബിക്ക് ആധാർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ആധാർ കാർഡ് കൂടെ വേണം കേട്ടോ. അപ്പോൾ ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് അക്ഷയയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതാൻ. അക്ഷയയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏജൻസ് നമുക്ക് എല്ലാം നമുക്ക് സെറ്റാക്കി തരുന്നതായിരിക്കും. സോ ദാറ്റ് വി ഹാവ് ടു ക്രോസ് ചെക്ക് ഓൾ ദാറ്റ് ഡീറ്റെയിൽസ് ദാറ്റ് ഹാവ് ബീൻ ഗിവൻ ടു ദെം. അത് നമ്മൾ എന്തായാലും വെരിഫൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റാണോ, നെയിം കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കണം. വൺസ് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പ്രൊസീജിയർ ഭയങ്കര ടാസ്ക്. സോ ദാറ്റ് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് ഓക്കെ ആക്കുക. അക്ഷയയിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോമും പ്ലസ് നമുക്കൊരു അനക്സ്റ്റർ സി ഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോമും കൂടെ തരും. അനക്സ്റ്റർ സി ഫോം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിലോ 18 ഇയേഴ്സ്, അതായത് മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോമാണത്. സോ അതും കൂടെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റിലും ടൈമിലും നമ്മളവിടെ എത്താനായിട്ട് കേട്ടോ. സോ നമുക്കൊരു റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായിരിക്കും, കറക്റ്റ് ടൈമും ഉണ്ടായിരിക്കും. സോ റിപ്പോർട്ടിംഗ് ടൈമിൽ കറക്റ്റ് നമ്മളവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ബേബിക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഫീസും കാര്യങ്ങളെല്ലാം ഞാൻ അക്ഷയ ത്രൂ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവർ ഇത്ര ഒരു കോസ്റ്റ് പറയും. എനിക്കായിട്ടുണ്ടായിരുന്നത് 3000 ആണ്. എനിക്ക് 3000 വരാനൊരു റീസൺ ഉണ്ട്. ഞാൻ തൽക്കാലമായിരുന്നു ബേബിക്ക് പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, എമർജൻസി ആയിട്ട് കിട്ടുന്ന ഇതിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അതുകൊണ്ടാണ് എനിക്ക് 3000 ആയത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2000 സംതിങ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ആ ഒരു റേറ്റാണ് നമുക്ക് വരുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് ഫോംസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്ഷയയിൽ ആപ്ലിക്കേഷൻ പാസ്പോർട്ടിന് വേണ്ടി കൊടുക്കാമെന്നുള്ള ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. ദെൻ നമുക്ക് ഇനി പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോകേണ്ടത്. അവർ തന്നിട്ടുള്ള കറക്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ ഡേറ്റ് ആൻഡ് ടൈമിൽ നമ്മൾ ബേബിനെയും കൊണ്ട് പാസ്പോർട്ട് ഓഫീസിലെത്താണ് വേണ്ടത്. നമ്മൾ എന്തായാലും ബേബീനെ കൊണ്ടുപോകണം കേട്ടോ. ബേബിക്ക് പാസ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ ബേബീനെ എന്തായാലും കൊണ്ടുപോകണം. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ ക്യാരി ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുമ്പോഴാണ്. പ്ലസ് നമുക്ക് ഈ അക്ഷയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം ആൻഡ് നെക്സ്റ്റ് സി ഫോം കൊണ്ടാണ് നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവുക. ദെൻ നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കൗണ്ടേഴ്സ് കാണാം. സോ മൈനറായിട്ടുള്ള, അതായത് ഇൻഫൻസിനെയൊക്കെ കൊണ്ടുവരുന്ന ബേബീസിനൊക്കെ കൊണ്ടുവരുന്ന അമ്മമാർക്കും ഏജ്ഡ് ആയിട്ടുള്ള
എല്ലാവർക്കും തന്നെ വേറൊരു ലൈൻ ക്യൂ സെക്ഷനാണ് അവർക്ക്. ബാക്കി കോമൺ ആയിട്ട് നിൽക്കുന്നതിൽ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് ഈ പാസ്പോർട്ട് ഓഫീസിലത്തെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. കാരണം ബേബീസിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അവർ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ ഫസ്റ്റ് ഈ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഫോംസും അവർ വെരിഫൈ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോംസ് എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തപ്പം ബേബിയുടെ ഫോട്ടോ, അതായത് അക്ഷയെന്ന് നമ്മുടെ അടുത്ത് പറയണത്, എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ അക്ഷയയിൽ ചെന്നപ്പം ബേബിയുടെ ഫോട്ടോ വേണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വേണ്ട, പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് എടുക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ വേറൊരു എന്തെങ്കിലും പ്രൂഫ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വേറെ പ്രൂഫൊന്നും വേണ്ട, ആധാർ കാർഡും പേരൻസിൻ്റെ പാസ്പോർട്ടും ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, വേറെയും പ്രൂഫ്സിൻ്റെ ആവശ്യം നമുക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ റെസിഡൻഷ്യൽ പ്രൂഫൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടാണ് അറിയുന്നത്. സോ നമുക്കിപ്പോൾ ഫോൺ ത്രൂ എല്ലാം എടുക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് എനിക്കത് അധികം ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാസ്പോർട്ട് ഓഫീസിൻ്റെ മുകളിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഫോട്ടോ സ്റ്റുഡിയോ ആൻഡ് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. സോ ദാറ്റ് ഇത്തിരി ഒന്ന് നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മളിതെല്ലാം നമ്മൾ ക്യാരി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അലച്ചിലുണ്ടാവില്ല. അപ്പം അത് നമ്മൾ ചോദിച്ചതാണ്, പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് പറയാൻ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. സോ ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ പാസ്പോർട്ട് എടുക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക. ദെൻ ഞങ്ങളവിടെ ചെന്ന് നമ്മുടെ വെരിഫൈ ചെയ്ത് നമുക്കില്ലാത്ത ഫോംസ് എല്ലാം അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേബിക്ക് അപ്പം എൻ്റെ കയ്യിൽ റെസിഡൻഷ്യൽ പ്രൂഫോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് റെസിഡൻഷ്യൽ പ്രൂഫ് എനിക്ക് കോപ്പി എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അനക്സ്ഡ് സി ഫോം ആയിരുന്നു നമുക്ക് അക്ഷയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അനക്സ്ഡ് ഡി ഫോമും കൂടെ എനിക്ക് വെക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദർ നാട്ടിലില്ലാതെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലാണ് ഈ അനക്സ്ഡ് ഡി ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫോമും കൂടെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് അതും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്ത് സൈൻ ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ നമ്മളിവിടുത്തെ ഫസ്റ്റ് അതായത് നമ്മൾ കയറി വരുമ്പോഴുള്ള ആ ഒരു സെക്ഷനിലത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ തരും. ദെൻ നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൺസിഡറേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അധികം ടൈമൊന്നും അങ്ങനെ ലാഗ് ആയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ എ കൗണ്ടറിലേക്കാണ് ഇനി എൻ്റർ ചെയ്യുക. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ട് നമ്മൾ ആദ്യം എ കൗണ്ടറിലേക്കാണ് എൻ്റർ ചെയ്യുക. ഈ കൗണ്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മളോട് എന്തിനാണ് പോകുന്നത്, എന്ത് പർപ്പസിനാണ് പോകുന്നത് എന്നൊക്കെയുള്ള കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും. ദെൻ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഫോംസും നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. സോ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബേബിക്ക് സൈൻ ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ബേബിയുടെ തമ്പ് ഇംപ്രഷൻ എടുക്കും അവർ. സോ ദാറ്റ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോംസ് എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ കൗണ്ടറിലത്തെ അത്രയേ ഉള്ളൂ കേട്ടോ. എ കൗണ്ടറിൽ അത്രയേ ഉള്ളൂ. ദെൻ അത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പറയും ബി കൗണ്ടറിലോട്ട് പോകാൻ പറയും. സോ ദാറ്റ് ബി കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ സെയിം വെരിഫിക്കേഷൻ പ്രോസസ്സ് ചിലപ്പോൾ ചോദിക്കും എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദെൻ ബി സെക്ഷനും കഴിഞ്ഞു. സോ ദാറ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് സി സെക്ഷൻ ഉണ്ട്. സി സെക്ഷനിലും അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് ഫിക്സ് ചെയ്യും. സോ നമുക്ക് ക്വയറീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ഞാൻ തൽക്കാലമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലിൽ ബേബിക്ക് പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ബേബിയുടെ ബോത്ത് പേരൻസും നാട്ടിലുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. സോ ഇതൊന്നും എനിക്ക് അക്ഷയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ പോയപ്പം ഓൾറെഡി നമ്മൾ ഇത്രയും ഫീസ് തൽക്കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചും കൂടെ എമൗണ്ട് നമ്മൾ നോർമൽ അപേക്ഷിക്കുന്ന പോലെയല്ല, എമൗണ്ടിലും വ്യത്യാസമുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ അക്ഷയയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോൾട്ടാണ്. അവർ ശ്രദ്ധിക്കാതെ, നമുക്കറിയില്ല, നമ്മൾ ഫസ്റ്റായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊന്നും അവർ പറഞ്ഞു തരാത്തത് കൊണ്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറച്ചൊന്ന് കുടുങ്ങിപ്പോയി. ദെൻ ഫാദർ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, നോർമലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. പിന്നെ ബട്ട് എനിക്ക് പാസ്പോർട്ട് വന്നപ്പോൾ എനിക്ക് തൽക്കാലിലാണ് കിട്ടിയത്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് വരുന്നുണ്ടായിരുന്ന മെസ്സേജസ് എല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ ബേബിയുടെ പാസ്പോർട്ട് കിട്ടി. അതായത് ഇപ്പം ഞങ്ങൾ അന്ന് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയത് ഐ തിങ്ക് ഒരു ട്യൂസ്ഡേ ഉണ്ടായിരുന്നു. എനിക്ക് ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. ട്യൂസ്ഡേ ആണ് ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നത്. ദെൻ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന അന്ന് ഈവനിങ് തന്നെ എനിക്ക് പോലീസിൻ്റെ സൈഡിൽ നിന്നുള്ള വെരിഫിക്കേഷൻ കോൾ വന്നു. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ കോളൊക്കെ വരുമല്ലോ, പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. സോ ദാറ്റ് എനിക്ക് വെരിഫിക്കേഷൻ കോളാണ് വന്നത്. സോ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം നമ്മൾ ചോദിക്കും, ബേബിക്ക് ആയതുകൊണ്ട് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അപ്പം വീട് എവിടെയാണ്,
എന്നൊക്കെയുള്ള ചോദിച്ചു. അവർ വീട്ടിൽ വരാൻ വേണ്ടിയിട്ടാണ്. സോ വീടിൻ്റെ റൂട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ പോലീസ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എൻ്റെ ഒരു ആധാർ കാർഡിൻ്റെ നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു. ദെൻ അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ഡേയ്സിനുള്ളിലാണ് കിട്ടാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് തൽക്കാലം അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഐ ജസ്റ്റ് വണ്ടേഡ്, ഞാൻ കൊടുത്തത് തൽക്കാലമാണ്, ബട്ട് അവരവിടെ ചെന്നപ്പോൾ പറഞ്ഞു തൽക്കാലമല്ല നോർമലല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം കിട്ടിയതൊക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് പോലീസിൻ്റെ സൈഡിൽ നിന്ന് വീട്ടിൽ വന്ന് അന്വേഷിച്ച് പോലീസ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ട്, അതായത് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് 31st May, 31ാം തീയതി മെയ്യിൽ എനിക്ക്, അതായത് 29ാം തീയതി പോലീസ് വീട്ടിൽ വന്നു. 30ാം തീയതി ഓൾറെഡി 30ാം തീയതി പാസ്പോർട്ട് എത്തി, ബട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. 31st ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും പോസ്റ്റ്മാൻ കൊണ്ടുവന്നിട്ട് നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിരുന്നു. സോ നമുക്ക് പാസ്പോർട്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. സോ ബേബിക്ക് സൈനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് മദർ ഓർ ഫാദറാണ് അവർ പാസ്പോർട്ട് കൊടുക്കുള്ളൂ. മദറിൻ്റെയോ ഫാദറിൻ്റെയോ കയ്യിലാണ് ഈ മൈനർ ചൈൽഡിൻ്റെ പാസ്പോർട്ട് അവർ ഏൽപ്പിക്കുള്ളൂ. സോ ദാറ്റ് എൻ്റെ കയ്യിൽ ഞാൻ സൈൻ ചെയ്തു. സോ എനിക്ക് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് തന്നു. അങ്ങനെയാണ് നമ്മുടെ ബേബിയുടെ പാസ്പോർട്ട് കിട്ടിയത്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ബേബിയുടെ പാസ്പോർട്ടിൻ്റെ ഒരു എന്താ പറയുക ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഫൈനലി ഐ ഗോട്ട് മൈ ബേബീസ് പാസ്പോർട്ട്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി കാണുമെന്ന്. പ്ലീസ് ഷെയർ ദിസ് ഇൻഫോർമേറ്റീവ് കോണ്ടൻറ്റ് അബൌട്ട് ദ മൈനർ പാസ്പോർട്ട് ഇൻ ടു ദ റൈറ്റ് ഹാൻഡ്സ്. ഞാൻ പറയാൻ വിട്ടുപോയിട്ടില്ല, നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ ഡൗട്ട്സ് യു ക്യാൻ കെറ്റ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. വിൽ റിപ്ലൈ ഇഫ് ഐ നോ. Don't forget to subscribe and keep support. Love you and bye.